കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവേ, രക്ഷിക്കണമേ, ഞങ്ങൾ ഇതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവ് പറഞ്ഞ വാക്കുകൾ ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? സ്നേഹമുള്ളവരെ, അല്പവിശ്വാസിയായിരിക്കുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്, യഥാർത്ഥ ക്രിസ്തു വിശ്വാസി ആകുവാനാണ്. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായിട്ടും തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു പൊങ്ങിയിട്ടും വഞ്ചിയിൽ കിടന്നുറങ്ങുന്ന കർത്താവ് ഉണർന്നില്ല. എപ്പോഴാണ് യേശു ഉണർന്നത്? ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തിയപ്പോഴാണ്. സ്നേഹമുള്ളവരെ, യേശുവിനെ നാം വിളിച്ചു പ്രാർത്ഥിക്കണം. തിരുവചനത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകാം. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഇത് നാം തിരിച്ചറിയണം. ആ യേശുവിനെ നാം വിളിച്ചുണർത്തുമ്പോൾ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇളകിമറിയുന്ന തിരമാലകളിലും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിലും ഉണരാത്ത കർത്താവായ യേശു തൻ്റെ മക്കളുടെ നിലവിളി കേട്ട് ഉണർന്ന് എഴുന്നേൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ നാം കർത്താവിനെ നോക്കി നിലവിളിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി ഉണർന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മുടെ കർത്താവായ യേശുവിനെ നമുക്ക് വിളിച്ചുണർത്താം. അവിടത്തോട് പറയാം, കർത്താവേ, എൻ്റെ പ്രതികൂലങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. കർത്താവേ, അവിടുന്ന് എന്നെ സഹായിക്കണമേ. നമുക്ക് വിശ്വാസത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. പ്രതികൂലങ്ങളും മാറും. ആമേൻ. ശുഭദിനമാഗതമാകും. ഹല്ലേലൂയ. പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിലും നമ്മെ വഴി നടത്തുന്ന കർത്താവായ യേശു അവിടുന്ന് നമ്മുടെ കൂടെയുള്ളപ്പോൾ നാം തെല്ലും ഭയപ്പെടേണ്ടതില്ല. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ കുറവുകളിൽ അവിടുന്ന് നമ്മെ സഹായിക്കും. അവിടുത്തെ കരം നമ്മോട് കൂടെയിരിക്കും. നമുക്ക് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം. ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോ, ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. ആമേൻ. എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ. എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. നമ്മുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലിൻ്റെ മേഖലകളിൽ
അവിടുന്ന് കൂടെയുണ്ട് എന്ന് നമ്മോട് പല പ്രാവശ്യം പറയും. നമ്മെ വഴി നടത്തുന്ന കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ നമുക്ക് പറയാം, കർത്താവേ, എന്റെ ഏകാന്തതയിൽ എന്നെ സഹായിക്കുവാൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ കരം എന്നോട് കൂടെ ഇരിക്കണമേ. ആരുമില്ലാതേകനാകുമ്പോ കൂടെയുണ്ടെന്നരുളിയവൻ. ഓ എന്റെ യേശുവേ, ആരുമില്ലാതേകനാകുമ്പോ കൂടെയുണ്ടെന്നരുളിയവൻ. എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. ആമേൻ, ഹല്ലേലൂയ. എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. നമ്മുടെ മുമ്പിലുള്ള അനുഗ്രഹത്തിന്റെ വാതിലുകൾ അടയുമ്പോൾ നമ്മുടെ കർത്താവായ ദൈവം ചെങ്കടൽ പിളർന്നതുപോലെ ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമുക്ക് വഴിയൊരുക്കും. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് വിശ്വാസത്തോടുകൂടി നാം ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ ദൈവത്തെ വിളിച്ചുണർത്തുക. അവിടുന്ന് കടന്നു വരും, നമ്മുടെ പ്രതികൂലങ്ങളെ ശാസിക്കും. വാതിലുകൾ അടയുമ്പോ ചെങ്കടൽ പിളർന്നതുപോ. ഓ എന്റെ യേശുവേ, വാതിലുകൾ അടയുമ്പോ ചെങ്കടൽ പിളർന്നതുപോ. എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. ആമേൻ. എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ഇന്ന് കർത്താവായ യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രതികൂലങ്ങൾ കർത്താവ് എടുത്തു മാറ്റുകയും അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കി തീർക്കട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.